2025 ലാബ് അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2025 ലാബ് അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ മലയാളമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നാണ്. PSC ആൻസർ കീ അപരാധി എന്നാണ്. അതിഥിയും കറക്റ്റ് ആണ്. അതിഥി എന്ന് പറഞ്ഞാൽ എന്താണ്? തിഥി നോക്കാതെ വരുന്നയാളാണ്. തിഥി നോക്കാതെ വരുന്നയാൾ എന്നാണ് പറയുന്നത്. വരുന്നയാൾ. അപ്പോൾ എന്താണ് തിഥി? സമയം, അതായത് സമയം നോക്കാതെ വരുന്നയാളാണ് ആര്? അതിഥി എന്ന് പറയുന്നത്. അശേഷം എങ്ങനെ എഴുതുക? അശേഷം. അനുഗ്രഹം. ഓക്കെ. ഇനി ഭൂമിയുടെ പര്യായപദം അല്ലാത്തത് ഏതാണ്? ജനനിയാണ്. ജനനി പറഞ്ഞാൽ മാതാവ്, അമ്മ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഇനി ഭൂമിയുടെ പര്യായങ്ങളാണ് മേദിനി, അവനി, ധരണി. മേദിനി, അവനി, ധരണി എല്ലാം ഭൂമിയുടെ പര്യായപദമാണ്. ഒപ്പം തന്നെ ഒന്നും കൂടി പഠിക്കാം. പാര എന്ന് പറഞ്ഞാലും ഭൂമി തന്നെയാണ്. അങ്കുശം എന്നതിന്റെ വിപരീത പദമാണ് നിരങ്കുശം എന്ന് പറയുന്നത്. അങ്കുശം, നിരങ്കുശം. കൺ പ്ലസ് നീർ ചേർത്തെഴുതുക. കണ്ണീർ എന്നാണ്. അപ്പൊ നമുക്ക് അതുപോലെയുള്ള ചേർത്തെഴുത്തൊന്ന് നോക്കാം. വെൺ പ്ലസ് നീർ എന്താണ്? വെണ്ണീറാണ്. ദെൻ തൺ പ്ലസ് നീർ എന്താണ്? തണ്ണീറാണ്. ഓക്കെ. അപ്പോൾ പ്ലസ് നീ ചേർന്ന് കഴിഞ്ഞാൽ നീ എന്നുള്ള ഇതാണ് വരുന്നത്. അപ്പോൾ വെൺ പ്ലസ് നീർ വെണ്ണീർ, തൺ പ്ലസ് നീർ തണ്ണീർ എന്ന് വരുന്നു. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. വെൺ പ്ലസ് ചാമരം, വെഞ്ചാമരം. ഓക്കെ. ഇനി എൺ പ്ലസ് 100, 800. അടുത്തത് പറയണത് തൺ പ്ലസ് താർ, തണ്ടാർ. അപ്പൊ ഇവിടെയൊക്കെ നോക്ക്. പ്ലസ് ച പ്ലസ് നൂ പ്ലസ് ത ണ്ടാർ എന്നായി മാറി. അപ്പൊ വെൺ പ്ലസ് ചാമരം വെഞ്ചാമരം, എൺ പ്ലസ് 100 800, തൺ പ്ലസ് താർ തണ്ടാർ. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഇനി ശരിയായ വാക്യം ഏത്? രാമനും കൃഷ്ണനോ അവിടെ പോയില്ല, തെറ്റാണ്. ഓരോ ആളുകളും മുന്നോട്ട് വരണം, തെറ്റ്. മറ്റ് ഗദ്യത്തിലൊരാൾ തിരിച്ചടിച്ച്, തെറ്റ്. മുതിർന്നവരെ നാം ബഹുമാനിക്കണം, കറക്റ്റ് ആണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രത്യുപകാരം തിരിച്ചെഴുതുക. പ്രതി പ്ലസ് ഉപകാരം. പ്രതി പ്ലസ് ഉപകാരമാണ് പ്രത്യുപകാരം. അതായത് നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. അതി പ്ലസ് ഉന്നതി. ഉന്നതി. അതി പ്ലസ് ഉന്നതി എന്താണ്? അത്യുന്നതി. അതി പ്ലസ് ഉഗ്രഹം, അത്യുഗ്രഹം. അപ്പൊ ഇവിടൊക്കെ എന്താണ്? തി പ്ലസ് ഉ ചേർന്ന ത്യു എന്നായി മാറുന്നു എന്നാണ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. തി പ്ലസ് ഉ പ്രത്യുപകാരം. ഓക്കെ. അപ്പോ തി പ്ലസ് ആ ചേർന്ന് കഴിഞ്ഞാൽ എന്താവും വരിക? ത്യ ആണ്. എന്താ വരിക? ത്യ എന്നാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അതി പ്ലസ് അധികം എന്താണ്? അത്യധികം. എന്താ വരിക? അത്യധികം എന്ന് വരും. അപ്പൊ ഇതും കൂടി ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. തി പ്ലസ് ഉ ആണെങ്കിൽ ത്യു, തി പ്ലസ് ആ ചേർന്ന് കഴിഞ്ഞാൽ ത്യ എന്നുമാണ് വരുന്നത്. ഇനി ആസ് ദ സീഡ് സോ ദ സ്പ്രോട്ട് എന്നാണ് പറയുന്നത്. താഴെ കൊടുത്തതിൽ സമാനമായ പരിഭാഷയാണ് വിത്ത് ഗുണം 10 ഗുണം. ഈ പദത്തിന്റെ സ്ത്രീലിംഗം ഏതാണ്? കവി ഒരുപാട് തവണ ചോദിച്ചതാണ്. കവയിത്രി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്തത് എന്നാണ് ചോദ്യം. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്തത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. മക്കൾ അലിംഗ ബഹുവചനാണ്, ജനങ്ങൾ അലിംഗ ബഹുവചനാണ്, തൊഴിലാളികൾ അലിംഗ ബഹുവചനാണ്. എന്നാൽ ആൺകുട്ടികളോ? ഇവിടെ നമുക്ക് കറക്റ്റ് ഒരു ലിംഗത്തെ കാണിക്കുന്നുണ്ട്. ആൺകുട്ടികൾ ഒരിക്കലും ഒരു അലിംഗ ബഹുവചനമല്ല. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അറിയാനുള്ള ആഗ്രഹം എന്നതിന്റെ ഒറ്റ പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ എന്ന് പറയുന്നത്. പിപാസ എന്ന് പറയാലോ. പിപാസ എന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ള ആഗ്രഹമാണ്. കുടിക്കാനുള്ള ആഗ്രഹമാണ് പിപാസ. അടുത്തത് പിപഠിഷ, പഠിക്കാനുള്ള ആഗ്രഹം. എന്തെങ്കിലും ഒരു താല്പര്യമോ ഉത്കണ്ഠയോ ഒക്കെ ഉള്ള ആൾക്കാർ, ആഗ്രഹമൊക്കെ ഉള്ള ആൾക്കാർ നമുക്ക്
താല്പര്യമുള്ള സംഭവത്തെ നമ്മൾ ആകാംക്ഷ എന്ന് പറയുന്നത്. എനിക്ക് അവിടെ പോകാൻ ഭയങ്കര ആകാംക്ഷയുണ്ട് എന്നൊക്കെ പറയാം, ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു, അതൊക്കെ പറയുമ്പോൾ എന്താ ഒരു ആഗ്രഹത്തിന്റെ പുറത്തുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആകാംക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആഗ്രഹമുള്ളയാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ആകാംക്ഷയുള്ളയാളെ നമ്മൾ എന്ത് പറയാം? ആകാംക്ഷി. ആകാംക്ഷയുള്ളയാളെ നമ്മൾ പറയുന്ന പേരാണ് ആകാംക്ഷി എന്ന് പറയുന്നത്. കുടിക്കാനുള്ള ആഗ്രഹമുള്ള അയാളെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? പിപാസു എന്ന് പറയും. പഠിക്കാനുള്ള ആഗ്രഹമുള്ള അയാളെ നമ്മൾ എന്ത് പറയും? പിപഠിഷു എന്നും പറയും. അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ.